ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ. അതിനുവേണ്ടി നല്ലപോലെ ക്ലീൻ ചെയ്ത ബോട്ടിൽ എടുക്കാം. അതിനുശേഷം ലീഫ് ഗ്രീൻ കളർ നമുക്ക് ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. മുഴുവനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണക്കാൻ വെക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ചകിരിയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ മുറിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ലീഫ് ഗ്രീൻ കളറാണ്. അത് ഇതുപോലെ കുറച്ചൊഴിച്ച് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ചകിരിയിലേക്ക് കളർ ചെയ്തെടുക്കാം. വാഴയിലെടുത്ത് നീളത്തിൽ മുറിച്ച് രണ്ടായി മടക്കി ചെറിയ കുഞ്ഞു റോസാപ്പൂ ഉണ്ടാക്കാം. അവസാനം വരുന്ന ഭാഗം ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ പൂക്കളിലേക്കും റെഡ് കളർ ചെയ്യാം. നേരത്തെ കളർ ചെയ്ത് വെച്ച ചകിരി ഇപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്നും കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതിനെ ചെറുതായി മുറിച്ചെടുക്കാം. അതിനുശേഷം കുപ്പിയിലേക്ക് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ മുഴുവനായി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുപ്പി പതിയെ നിലത്ത് വെച്ച് ചെറുതായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നല്ല പോലെ എല്ലായിടത്തും ഒട്ടി നിൽക്കാനാണ്. കൈ കൊണ്ട് ചെയ്താൽ അത് ചിലപ്പോൾ ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഉണക്കാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ഫെവിക്കോളും വാട്ടറും കുറച്ച് ഗ്രീൻ കളറും മിക്സ് ചെയ്ത് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മേലെ പൊന്തി നിൽക്കുന്ന കുറച്ച് ചകിരിയൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി നേരത്തെ കളർ ചെയ്ത് വെച്ച ഓരോ പൂക്കളും ഓരോ സ്ഥലത്തായി ഒടിച്ചു കൊടുക്കാം. എങ്ങനെ ഒട്ടിക്കണമെന്ന് എല്ലാം നിങ്ങൾക്ക് വേണ പോലെ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലീഫ് കട്ട് ചെയ്ത് അതിൽ ഗ്രീൻ കൊടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒടിച്ചു കൊടുക്കാം. ഒരു ലീഫിന് ഞാൻ യെല്ലോ കളർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെയ്ത് ഒടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ ലീഫും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. റെഡ് കളർ റിബൺ കൊണ്ട് കുപ്പിയുടെ താഴെ ഭാഗവും മേലെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.